സുവർണ കഥകളിലേക്ക് സ്വാഗതം. എൻ ഹരി എഴുതിയ ജാതശ്ശേരി എന്ന കഥ. നെഞ്ചുവേദന വന്ന വിളനിലത്തെ ജോർജ് അച്ചായനെ വെളുപ്പിനെ പന്തളത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ട് മടങ്ങി വരികയായിരുന്നു ഞാൻ. അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റിയപ്പോഴേക്കും അച്ചായൻ്റെ കൈകാലുകൾ വല്ലാതെ തണുത്തു മരവിച്ചിരുന്നു. ഓടിപ്പാഞ്ഞു നടന്നിരുന്ന അച്ചായനെക്കുറിച്ചോർത്താണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചത്. അല്ലെങ്കിലും യാത്രക്കാരില്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടും. അസുഖകരമായ ചിന്തകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് ഓട്ടോറിക്ഷയുടെ വെളിച്ചം കെടുത്തി ജാതശ്ശേരിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കായംകുളത്തു നിന്നുള്ള ആദ്യ ബസ്സിൽ ചുടലമുക്കിലിറങ്ങിയ കാഞ്ഞിക്കൽ തറയിൽ ദിവാകരേട്ടനെ പോലെ ഒരാൾ കൈയുയർത്തി വിളിച്ചത്. ഓട്ടോറിക്ഷ നിർത്തി കൈ കാണിച്ചയാൾ റോഡ് മുറിച്ച് കടക്കുന്നതിനായി ഞാൻ കാത്തു. കാഞ്ഞിക്കൽ തറയിൽ ദിവാകരേട്ടന് 70-നും 80-നും ഇടയിലാണ് പ്രായം. തലയും താടിയും നരച്ചതാണ്. മുടിയിഴകൾ അനുസരണയില്ലാതെ പല വഴിക്ക് പാറി നടക്കും. പാൻറിട്ട് കണ്ടിട്ടില്ല. നടക്കുമ്പോൾ കാലിന് പ്രായാധിക്യത്താൽ നേരിയ മുടന്തുണ്ടെങ്കിലും സൈക്കിൾ സവാരിയാണ് പ്രിയം. മിക്കപ്പോഴും സൈക്കിൾ ഉരുട്ടിയാണ് നടപ്പ്. ആ നടപ്പ് കാണുമ്പോൾ ഊന്നുവടിയായിട്ടാണ് അയാൾ സൈക്കിൾ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നും. ബസ്സിറങ്ങി വരുന്നയാളിന് 60 പ്രായം മതിക്കും. ഒറ്റ മുടിയും മീശയും നരച്ചു കാണുന്നില്ല. വലതുവശത്തേക്ക് ചീകി വച്ചിരിക്കുന്ന മുടിയിഴകൾ ഇളക്കമില്ലാതെ ഇരിക്കുന്നു. ക്ലീൻ ഷേവാണ്. പാൻറ്റും ഇൻസേർട്ട് ചെയ്ത ഷർട്ടും ഓവർകോട്ടുമുണ്ട്. വിലയേറിയ പാതുകങ്ങൾ അണിഞ്ഞിരിക്കുന്നു. തുകൽ ബാഗ് റോഡിലൂടെ ഉരുട്ടിയാണ് വരവ്. കാലിനു മാത്രം അതേ നേരിയ മുടന്തുണ്ട്. ദിവാകരേട്ടന് പണ്ട് പെങ്ങന്മാരുണ്ടെന്നല്ലാതെ അനിയനുള്ളതായി അറിവില്ല. റേഡിയോ മുക്കിലേക്ക് പോകണം. ബാഗ് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കാഞ്ഞിക്കൽ തറയിൽ വീട് അറിയാമോ? അവിടെ വിടണം. ദിവാകരേട്ടൻ്റെ? ഓട്ടോറിക്ഷ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കാതെ ഞാൻ ചോദിച്ചു. അനിയനാണ് മാധവൻ. അയാൾ പറഞ്ഞു. 54 വർഷം മുൻപ് ഈ നാട് വിട്ടതാണ്. ഇന്നിങ്ങനെ മടങ്ങി വരുമെന്ന് കരുതിയിരുന്നില്ല. കായംകുളത്ത് ട്രെയിൻ ഇറങ്ങി വെളുപ്പിനത്തെ ബസ്സു പിടിച്ച് ഈ ചുടലമുക്കിലെത്തി. ഇവിടുത്തെ ആകെയുള്ള മാറ്റങ്ങൾ മുമ്പ് രവീന്ദ്രന്റെ വീടിരുന്നിടത്ത് പെട്രോൾ പമ്പ് വന്നിരിക്കുന്നു. കായംകുളം പുനലൂർ റോഡിന് ഉറപ്പുള്ള ടാറിംഗ് ഉണ്ടായിരിക്കുന്നു. ചുടലമുക്കിൽ നിന്നും ജാതശ്ശേരിയിലേക്കുള്ള മൺവഴി ടാർ ചെയ്തിരിക്കുന്നു. കുഷ്ഠരോഗാശുപത്രിയുടെ മതിലിന് അല്പം ഉയരം കൂടിയിരിക്കുന്നു. വേഗം കൂടാൻ തുടങ്ങിയ ഓട്ടോറിക്ഷ പതുക്കെയാക്കി ഞാൻ അതിശയത്തോടെ തിരിഞ്ഞു നോക്കി. അയാളുടെ ശബ്ദത്തിനു പോലും ദിവാകരേട്ടനോട് സമാനതയുണ്ട്. പക്ഷേ സംഭാഷണം ചതുര വടിവിലാണ്. മുഖത്തിത്രയും കടുപ്പമില്ലെന്നതാണ് മറ്റൊരു വ്യത്യാസം. ഈ സ്ഥലത്തിന്റെ പേര് ഇപ്പോൾ ചുടലമുക്കെന്നല്ല, ITBP ജംഗ്ഷൻ എന്ന. മുന്നിലേക്ക് നോക്കി ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടയിൽ പുറകിലേക്ക് കൂടി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു. കുഷ്ഠരോഗാശുപത്രിയുടെ കുറച്ചു ഭാഗം സർക്കാർ IDBPക്കാർക്ക് പാട്ടത്തിന് കൊടുത്തതോടെ നമ്മുടെ മുക്കിന്റെ പേരുദോഷം മാറി. അവരാണ് ഇത്രയും ഉയരത്തിൽ മതില് പണിഞ്ഞ് മേലിൽ മുള്ളുവേലി കെട്ടിയത്. പണ്ടിവിടം ചുടലപ്പറമ്പായിരുന്നു. അയാൾ സ്ഥലനാമത്തെക്കുറിച്ചുള്ള ചരിത്രം പറഞ്ഞു. മരിച്ചവർ ഉറങ്ങുന്നിടത്തു പോകാൻ പണ്ടുള്ളവർക്കും ഭയമായിരുന്നതിനാൽ ഇവിടമെല്ലാം വിജനമായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൊട്ടാരമുറ്റത്ത് പേരൂർക്കട ഊളംപാറയിലെ കുഷ്ഠരോഗിയുടെ മുറിഞ്ഞ വിരല് കാക്ക കൊത്തിക്കൊണ്ടുവന്നിട്ടത് കണ്ട് തിരുവുള്ളക്കേട് തോന്നി രോഗികളെയെല്ലാം 100 നാടിനപ്പുറത്ത് കൊണ്ടുപോയി പാർപ്പിക്കാൻ രാജാവ് കൽപ്പിച്ചതിന് പിന്നാലെയാണ് ഇവിടെ കുഷ്ഠരോഗികളും ആശുപത്രിയും വന്നതെന്ന് ഒരു കഥയുണ്ട്. അതിനുശേഷം സാനറ്റോറിയം ജംഗ്ഷൻ എന്നൊക്കെ നാട്ടുകാർ പേര് മാറ്റാൻ നോക്കിയെങ്കിലും ചുടലമുക്ക് മാഞ്ഞുപോയില്ല. അക്കഥയൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു. എന്നാൽ ഇവിടം അടുത്ത കാലം വരെ ചുടലക്കളമായിരുന്നെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുമാത്രം അപകട മരണങ്ങളാ ദിവസവും നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടുകാർക്ക് കാര്യമറിയാവുന്നതുകൊണ്ട് ഇവിടെത്തുമ്പോഴേ സ്റ്റിയറിങ്ങിലും ഹാൻഡിലിലുമൊക്കെ ഒന്നുകൂടെ മുറുക്കെ പിടിക്കും. പരിസരത്തെക്കുറിച്ച് ജാഗരൂകരാകും. മറ്റുള്ളവരങ്ങനാണോ? എവിടുന്നേലും അടിച്ചുവിട്ടിട്ട് വന്ന് മരണം എരന്നു വാങ്ങും. കുറച്ചു നാളു മുമ്പ് TV-യിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഈ മുക്കിലെ മരണത്തിന്റെ മാടിവിളിയെക്കുറിച്ചുള്ള കഥകള് BGM ഒക്കെ ഇട്ട് കാണിച്ചിരുന്നു.
അതോടെ വിശ്വാസികളായ നാട്ടുകാർക്കു പോലും കുറെ കൂടി പേടി കൂടിയായിരുന്നു. ITBPക്കാര് സദാസമയവും തോക്കും പിടിച്ചു നിൽക്കാൻ തുടങ്ങിയതിനു ശേഷമാ കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും മാറ്റം വന്നത്. കാലം ഇതിഹാസങ്ങളിൽ എന്ന പോലെ നാട്ടുകഥകളിലും ഒരുപാട് മാറ്റങ്ങൾ തുന്നിച്ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ നിശബ്ദനായിരുന്നു. ഞാൻ ജനിക്കുന്നതിനും 10-25 വർഷങ്ങൾക്ക് മുൻപായിരിക്കണം അയാൾ നാടുവിട്ടു പോയത്. നിന്റെ വീട്ടുപേരെന്താണ്? കുഷ്ഠരോഗാശുപത്രിയുടെ മതിൽ തീരുന്നിടത്തെത്തിയപ്പോൾ അയാൾ ചോദിച്ചു. നീതു ഭവനം. വീട്ടുപേര് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അച്ഛൻ്റെ പേരു ചോദിച്ചു. അച്ഛൻ മുതുകുളത്തുകാരനാണെന്നും അമ്മയാണ് ഈ നാട്ടുകാരിയെന്നും പറഞ്ഞ് ഞാൻ അമ്മയുടെ പേരു പറഞ്ഞെങ്കിലും അയാൾക്ക് ആ പേരും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അയാൾ അമ്മയുടെ കുടുംബപ്പേര് തിരക്കി. മീനത്തേൽ. ആ, നീ തെക്കേ മീനത്തേലേതാണോ അതോ വടക്കേ മീനത്തേലേതോ? തേടിയത് കണ്ടെത്തിയതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. തെക്കും വടക്കും 2 മീനത്തേലുണ്ടെന്ന് ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. നിന്റെ അപ്പൂപ്പന്റെ പേരെന്തുവാണ്? പാച്ചുപിള്ള. മീശപ്പാച്ചു എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 10-12 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഒറ്റ ദിവസം പോലും കിടന്നു നരകിക്കാതെ ചത്തതിനാൽ പോത്തും കൊമ്പിന്റെ ആകൃതിയിലുള്ള ആ പേരുകേട്ട മീശയും കൊണ്ടാ പുള്ളി പോയത്. ഞാൻ അപ്പൂപ്പനെക്കുറിച്ച് ഓർത്തു പറഞ്ഞു. ആ, അങ്ങനെ വരട്ടെ. നീ വടക്കേ മീനത്തേലേതാണ്? ആളിനെ അറിഞ്ഞ സന്തോഷത്തോടെ അയാൾ പറഞ്ഞു. എല്ലാ വർഷവും പാച്ചുപിള്ള അമ്മാവന്റെ വീട് ഓല മേഞ്ഞിരുന്നത് ഞാനൂടെ ചേർന്നായിരുന്നു. അന്നൊക്കെ നാട്ടിലെ എല്ലാ വീടുകൾക്കും മുകളിട്ടിരുന്നത് പാച്ചുപിള്ള അമ്മാവന. മേവാരിക്കുമേൽ ഏറ്റവും പരപ്പുള്ള ഓല കമിഴ്ത്തിവെച്ച് പാച്ചുപിള്ള അമ്മാവൻ ആനപ്പുറത്തെന്ന പോലെ അതിനു മുകളിലിരുന്ന് കോൽ കുത്തി ഉറപ്പിച്ചാൽ പിന്നെ ഏതു കൊടുങ്കാറ്റിലും അതിളകില്ല. പെരുമഴയത്ത് ചോരത്തുമില്ല. ആ മുണ്ടോലേങ്ങിടടാ, നേരെ ചൊവ്വേ മോന്തായം നോക്കി ചാണ്ടടാ എന്നെല്ലാം പുരപ്പുറത്തിരുന്ന് പാച്ചുപിള്ള അമ്മാവൻ പറഞ്ഞത് ഇന്നലെയാണെന്ന പോലെ തോന്നുന്നു. റോഡിനിരുവശങ്ങളിലുമുള്ള വീടുകളിലേക്ക് അയാൾ സാഗൂതം നോക്കുന്നുണ്ട്. അവിടെയെല്ലാം വാർക്ക വീടുകളായിരുന്നു. ഞാൻ നാടുവിട്ടു പോകുന്നതിനും 4-5 കൊല്ലം മുൻപ് അച്ഛൻ മരിച്ചിരുന്നു. അമ്മയും 2 പെങ്ങന്മാരുമായി ജീവിക്കാൻ ദിവാകരൻ ഏറെ പാടുപെട്ടിരിക്കും. എന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ ഏറെ അലഞ്ഞും കാണും. ഒരിക്കൽ പോലും ഞാൻ ആരെയും അന്വേഷിച്ചില്ല. ഇപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്നു പോലും അവരാരും ഓർക്കുന്നുണ്ടാവില്ല. ഹൃദ്രോഗിയായിരുന്ന അമ്മ എന്നേ മരിച്ചു പോയിരിക്കും. ശബ്ദം വളരെ താഴ്ത്തിയാണ് അയാൾ അത് പറഞ്ഞത്. വീട്ടുകാര്യം കേൾക്കാനുള്ള ഉത്സാഹത്തോടെ ആയിരിക്കണം അയാൾ മുൻസീറ്റിന് പുറകിലെ കമ്പിയിൽ പിടിച്ച് മുന്നോട്ടാഞ്ഞിരുന്ന് ചെവി എൻ്റെ തലയ്ക്കു സമീപത്തേക്ക് അടുപ്പിച്ചു. ഞാൻ തിരിഞ്ഞ് അയാളുടെ നേരെ ഒന്ന് പാളി നോക്കി. അനുനിമിഷം ലോകത്ത് എന്തെല്ലാം അതിശയങ്ങളാണ് സംഭവിക്കുന്നതെന്നോർത്ത് ഒട്ടുമുലയാതെ ഞാൻ ഓട്ടോറിക്ഷയെ ഒരു ഗട്ടറിൽ ഇറക്കി കയറ്റി. ദിവാകരേട്ടൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളതായി എനിക്ക് ഓർമ്മയില്ല. ഭാര്യ ചെല്ലമ്മ ചേച്ചിയെ അറിയാം. 4-5 കൊല്ലം മുൻപ് അവർ മരിച്ചുപോയതോടെയാണ് ദിവാകരേട്ടൻ ഒറ്റയ്ക്കായത്. ദിവാകരേട്ടൻ്റെ 2 പെൺമക്കളുടെയും ആർഭാടമായി നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത നേരിയ ഓർമ്മയുണ്ട്. മൂത്ത മകളുടെ വിവാഹം വലിയ പന്തലിട്ട് കാഞ്ഞിക്കൽ തറയിൽ വീട്ടിൽ വെച്ചു തന്നെയാണ് നടന്നത്. ഇളയ മകളുടെ വിവാഹം അരക്തകണ്ഠൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അവർ 2 പേരും ഇപ്പോൾ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. 2 പേരും മക്കളും ഒന്നിച്ച് വില കൂടിയ കാറുകളിൽ ദിവാകരേട്ടനെ കാണാൻ അപൂർവമായി കാഞ്ഞിക്കൽ തറയിൽ വരാറുണ്ട്. അടുത്ത കാലത്തായി ദിവാകരേട്ടൻ മക്കളെ കാണാൻ അവരുടെ വീടുകളിലേക്ക് സൈക്കിൾ ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയിൽ പോകാറുണ്ടെങ്കിലും അന്നുതന്നെ മടങ്ങി വരികയാണ് പതിവ്. കാഞ്ഞിക്കൽ തറയിൽ വീടുപേക്ഷിച്ച് ദിവാകരേട്ടൻ എവിടെയെങ്കിലും മാറി നിന്നിട്ടുള്ളതായി അറിവില്ല. ദിവാകരനെ കാണാറുണ്ടോ? പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ അവനെ അലട്ടുന്നുണ്ടായിരിക്കും. അയാൾ ചോദിച്ചു. ദിവസവും കാണും, ഞാൻ പറഞ്ഞു. നാട്ടിലെ മിക്ക ആളുകളെയും പോലെ വല്ലപ്പോഴും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കാൻ പോകുമെങ്കിലും ദിവാകരേട്ടനാണ് ജാതശ്ശേരിയിലെ ചെറുപ്പക്കാരൻ. ആള് വലിയ രസികനാ. അങ്ങനെ പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. അയാൾ കുറച്ചുകൂടി മുമ്പിലേക്ക് ആഞ്ഞിരുന്നു. ദിവാകരേട്ടൻ പണ്ടേ വലിയ ആക്റ്റീവാ, ഞാൻ പറഞ്ഞു.
മുമ്പ് ചില പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഒന്നും മത്സരിച്ചിട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ റേഡിയോ മുക്കിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അരക്തകണ്ഠൻ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്കും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോ അവിടെ വലിയ ക്ഷേത്രമുണ്ട്, വർഷാവർഷം ഉത്സവമുണ്ട്, മാസാമാസം 4-5 ലക്ഷം വരുമാനമുണ്ട്. നമ്മുടെ അരക്തകണ്ഠൻ അമ്പലത്തിലോ? അയാൾ അതിശയത്തോടെ ചോദിച്ചു. ആ, അവിടാണിപ്പോ ജാതശ്ശേരിയുടെ തലസ്ഥാനം. ഞങ്ങള് 4-5 ഓട്ടോക്കാര് അമ്പലമുക്കിൽ നിന്നാണ് ഓട്ടം പോകുന്നത്. കാലത്തിന്റെ വളർച്ച വെച്ച് നോക്കുമ്പോൾ അതിശയം പറയാനില്ലെങ്കിലും ദിവാകരേട്ടന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പുതുക്കി പണിഞ്ഞ് പുനഃപ്രതിഷ്ഠ നടത്തിയതും ഉത്സവം തുടങ്ങിയതും. ഇപ്പോൾ ക്ഷേത്രഭരണക്കാരായി വേറെ ഒരുപാട് ആളുകൾ വന്നതിനാൽ ദിവാകരേട്ടൻ ദിവസവും അമ്പലത്തിനു മുമ്പിൽ പോയി ആൽത്തറയിലിരുന്ന് പരിചയക്കാരെ കണ്ട് വർത്തമാനവും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരും. ചെറുപ്പത്തിൽ ദിവാകരൻ വലിയ യുക്തിവാദിയായിരുന്നു. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അവന്റെ ആശാൻ ഇടമറുക ആയിരുന്നു. അതാരാ? ഞാൻ ചോദിച്ചു. ഒരു കോട്ടയത്തുകാരൻ, കുറച്ചുകാലം മുമ്പ് മരിച്ചുപോയി, അയാൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ദിവാകരേട്ടൻ എന്റെ ഗുരുവാ, ഞാൻ പറഞ്ഞു. ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന കാശുകൊണ്ടൊന്നുമല്ല ഞാനും കുടുംബവും സുഭിക്ഷമായി ജീവിക്കുന്നത്. ഇതൊരു സൈഡ് പണിയാ. ജാതശ്ശേരിക്ക് ഏതു സമയവും വിളിച്ചാൽ വിളിപ്പുറത്തൊരു ഓട്ടോക്കാരൻ വേണം. അത് നികത്തുന്നത് ഞാനാന്ന് വിചാരിച്ചോ? എനിക്കതൊരു സംതൃപ്തിയാ. ഇങ്ങനെ ചില പാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതും ദിവാകരേട്ടനാ. 10-17 വയസ്സുള്ളപ്പോൾ ദിവാകരേട്ടന്റെ കൂടെ കൃഷിപ്പണിക്ക് കൂടിയവനാ ഞാൻ. അന്ന് ദിവാകരേട്ടന്റെ പ്രാരാബ്ധങ്ങളൊക്കെ കഴിഞ്ഞ കാലമാ. എന്നാലും ജാതശ്ശേരിയിലെ വലിയ കർഷകൻ ദിവാകരേട്ടനായിരുന്നു. വീട്ടിൽ കറവയുള്ള 4-5 പശുക്കൾ, പറമ്പിലും പാടത്തുമായി കാച്ചിൽ, ചേന, കിഴങ്ങ്, ചീനി, പാവൽ, പടവലം, പയർ, വെള്ളരി, വെറ്റില, നെല്ല്, വാഴ, എള്ള് തുടങ്ങിയ കൃഷികൾ. ചെല്ലമ്മ ചേച്ചി എപ്പോഴും ദിവാകരേട്ടന് കൂട്ടുണ്ടായിരുന്നു. അവരും ദിവസവും 2 ആളുടെ പണി ചെയ്യും. ഈ മനുഷ്യരെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നായിരുന്നു പലരുടെയും ചോദ്യം. ഇപ്പോ ദിവാകരേട്ടൻ കൃഷിപ്പണികളൊക്കെ നിർത്തി. മക്കള് പല പ്രാവശ്യം വിളിച്ചിട്ടും ജാതശ്ശേരിയിൽ നിന്ന് എങ്ങോട്ടുമില്ലെന്ന മൂപ്പര് പറയുന്നത്. ദിവാകരേട്ടന്റെ കൂടെ നടന്ന് പാഠങ്ങൾ പഠിച്ച ഞാനായിപ്പോൾ ജാതശ്ശേരിയിലെ കർഷകശ്രീ. അഭിമാനത്തോടെ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ എന്നെ അഭിനന്ദിക്കും പോലെ ചിരിച്ചു. ജാതശ്ശേരിയെക്കുറിച്ച് വാതോരാതെ പറയുമ്പോഴും ഈ ലോകത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു ദിവാകരേട്ടന്. ലോകമൊക്കെ ചുറ്റി നടന്ന് കാണണമെന്നത് ദിവാകരേട്ടന്റെ വലിയ ആഗ്രഹവുമായിരുന്നു. എന്നിട്ട് ദിവാകരൻ ജാതശ്ശേരി വിട്ട് എവിടെയെങ്കിലും പോയോ? അയാൾ ചോദിച്ചു. ആ ചോദ്യം പലപ്പോഴും ഞാനും ദിവാകരേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ദിവാകരേട്ടൻ അപ്പോൾ ആകാശത്തിന്റെ ഏതെങ്കിലും കോണിലേക്ക് നോക്കിയിരുന്ന് ചിരിക്കും. ഒന്നും പറയാതെ ഇരുന്ന് അങ്ങനെ ചിരിക്കുന്നത് എന്തിനാണെന്ന് അന്നെനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഓട്ടോ ഓടിച്ചങ്ങനെ പോകുമ്പോൾ എനിക്കും തോന്നും ലോകത്തിൻ്റെ അറ്റത്തേക്ക് പോകണമെന്ന്. ഒരു പരന്ന വയലിൻ്റെ ഭംഗി, മലഞ്ചരിവ്, ദൂരെ താണിറങ്ങുന്ന ആകാശം, ചെന്നിറം പടർന്ന് തിളങ്ങുന്ന മേഘങ്ങൾ, അങ്ങനെ എന്തെല്ലാമോ നമ്മളെ എപ്പോഴും മാടി വിളിക്കും. എന്നാൽ അപ്പോഴാണ് പാല് കറക്കാൻ നേരമായെന്ന ഓർമ്മ വരുന്നത്. പശു അമരാൻ തുടങ്ങിയിട്ടുണ്ടാവും. മുറ്റാൻ തുടങ്ങിയ പയർനുള്ളി വിപണിയിൽ എത്തിച്ചില്ലെങ്കിൽ മൂത്തുപോകും. വെറ്റിലയുടെ കഥയും അതാണ്. കൗസ്തുഭത്തിലെ ഭാർഗവൻ സാറിനെ ബാലഗോപാൽ ഡോക്ടറുടെ ക്ലിനിക്കിലെത്തിക്കാമെന്ന് മിനിഞ്ഞാന്നേ ഏറ്റതാണെന്ന ഓർമ്മ വേറെ. പിന്നെ ജാതശ്ശേരിയിലേക്കൊരു പാച്ചിലാണ്. ചേട്ടൻ ഭാഗ്യവാനാ. ഇവിടേക്കുള്ള വിളിയെ ഇത്ര കാലവും തടുത്തു നിർത്താൻ കഴിഞ്ഞല്ലോ. ദിവാകരൻ ആഗ്രഹിച്ചിട്ടും എവിടെയും പോയില്ല. ഞാനാണെങ്കിൽ എന്നെ മാടി വിളിച്ചിടങ്ങളിലേക്കാണ് ഇക്കാലമെല്ലാം സഞ്ചരിച്ചത്. അയാൾ പറഞ്ഞു. നിനക്കറിയാമോ, ഒരു ബിർച്ച് മരം കാണാൻ വേണ്ടി മാത്രം ഞാൻ 15 തവണ ഡാർജിലിംഗിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ അത് ആരും വിശ്വസിക്കണമെന്നില്ല, എന്നാൽ അത് സത്യമാണ്. അല്പനേരം നിശബ്ദനായി ഇരുന്നിട്ട് അയാൾ തുടർന്നു. കൽക്കട്ടയിൽ എത്തിയതിൻ്റെ 5-ാം വർഷമാണ് ആദ്യമായി ഡാർജിലിംഗിലേക്ക് പോയത്.
1 മാസം നീണ്ട അവധിയെടുക്കുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരണമെന്നാണ് കരുതിയിരുന്നത്. 5 വർഷം കൊണ്ട് ഉറപ്പുള്ള ഒരു ജോലി സമ്പാദിച്ചിരുന്നു, അത്യാവശ്യം ധനവും. എന്നാൽ അവസാന നിമിഷം വീട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ഡാർജിലിംഗിലേക്ക് പോയി. അവിടെ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വീടിനെ മറികടന്ന് ഡാർജിലിംഗ് എങ്ങനെയാണ് മനസ്സിലിടം നേടിയതെന്ന് ഇപ്പോഴും അറിയില്ല. മഞ്ഞുമൂടിയ കാഞ്ചൻജംഗ കാണാൻ ചൗരാസ്ത സ്ക്വയറിന് സമീപം നിൽക്കുമ്പോഴാണ് കുന്നിൻ മുകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ബിർച്ച് മരം കണ്ടത്. അതിൻ്റെ പശ്ചാത്തലം നീലാകാശമായിരുന്നു. മറ്റ് മരങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തതയോടെ 4 പുറങ്ങളിലൂടെയും താണുകിടന്ന വള്ളിക്കമ്പുകളിലെ പൊടിയിലകളുടെ പച്ചപ്പിൽ നിന്ന മരം. അവിടെ നിന്നാൽ കാണുന്ന ടൈഗർ ഹില്ലിലെ സൂര്യോദയത്തേക്കാൾ എനിക്ക് ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. 4 പുറങ്ങളിലൂടെയും താണുകിടന്ന വള്ളിക്കമ്പുകളിലെ പൊടിയിലകളുടെ പച്ചപ്പിൽ നിന്ന മരം. അവിടെ നിന്നാൽ കാണുന്ന ടൈഗർ ഹില്ലിലെ സൂര്യോദയത്തേക്കാൾ എനിക്ക് ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അതിനുശേഷം ചില വർഷങ്ങളിൽ ഡാർജിലിംഗിലെത്തിയപ്പോൾ ആ മരം കാണാൻ ഞാൻ പോയി. പിന്നീട് ആ മരം കാണാൻ വേണ്ടി മാത്രം അവിടേക്ക് പോയി. അത്ര ഭംഗിയുള്ള മരമാണോ അത്? നാട്ടിലെ മരങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ചോദിച്ചുപോയി. ഒരുപാട് നാടുകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, ധാരാളം കാഴ്ചകൾ കണ്ടു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിലെ ആ ഒറ്റ മരം കാണുമ്പോഴുണ്ടാവുന്ന ആഹ്ലാദം മറ്റൊരു കാഴ്ചയിൽ നിന്നും നാളിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പലതവണ പോയി. ആ ബിർച്ചുമരത്തിൻ്റെ കുറഞ്ഞ ആയുസ് 60 വർഷമാണ്, കൂടിയാൽ 90. അപൂർവം ചിലത് 120 അതിലധികമോ കാലം നിൽക്കും. ഓർത്തു നോക്കിയാൽ അതിന് മനുഷ്യായുസ്സുമായി ബന്ധമുണ്ട്, അയാൾ പറഞ്ഞു. ഒരു മനുഷ്യായുസ്സിൽ പോകണമെന്ന് വിചാരിക്കുന്നിടത്തെല്ലാം പോകാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. ദിവാകരേട്ടൻ ആഗ്രഹിച്ച ജീവിതമാണല്ലോ മാധവേട്ടൻ ജീവിച്ചതെന്നോർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. നീലക്കുറിഞ്ഞ് പൂക്കുന്നത് കാണാൻ ഇടുക്കിയിൽ പോകുന്നതിനെക്കുറിച്ച് ഞാനും ദിവാകരേട്ടനും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കെ കഴിഞ്ഞ പൂക്കാലവും കടന്നുപോയി. കാഞ്ഞിക്കൽ തറയിൽ വീട്ടുമുറ്റത്തേക്ക് ഓട്ടോറിക്ഷ കയറ്റി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. ദിവാകരേട്ടൻ്റെ ജീവിതത്തിലെ വലിയൊരു ആകസ്മികതയാണ് സംഭവിക്കാൻ പോകുന്നത്. മാധവേട്ടനെ കണ്ട് തിരിച്ചറിയുമ്പോഴുള്ള ദിവാകരേട്ടൻ്റെ ഭാവപ്രകടനം കാണാനുള്ള കൗതുകത്തോടെ ഞാൻ കോളിംഗ് ബെല്ലിൽ 2 വട്ടം കൂടി വിരലമർത്തി. അകത്ത് കിളിയൊച്ച അവസാനിച്ചെങ്കിലും ആളനക്കവും മറുപടിയും ഉണ്ടായില്ല. ഞാൻ വാതിൽ തള്ളി നോക്കി. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചിറങ്ങി ഓട്ടോറിക്ഷയിൽ നിന്ന് ബാഗ് ഇറക്കാൻ മാധവേട്ടനെ സഹായിച്ചു. ദിവാകരേട്ടൻ അമ്പലമുക്കിലോ റേഡിയോ മുക്കിലോ കാണും, ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം. അതുവരെ ഈ കസേരയിലിരിക്കെ. സിറ്റൗട്ടിൽ കിടന്ന പ്ലാസ്റ്റിക് കസേര ചൂണ്ടിക്കാണിച്ച് ഞാൻ മാധവേട്ടനോട് പറഞ്ഞു. ഒരു വഴിയിലൂടെ ഞാൻ തിരക്കി പോകുമ്പോൾ മറുവഴിയിലൂടെ ദിവാകരേട്ടൻ ഇവിടെ എത്താനും സാധ്യതയുണ്ട്. ഞാൻ അതിവേഗം റേഡിയോ മുക്കിലേക്ക് പോയി. പലരോടും അന്വേഷിച്ചിട്ടും ദിവാകരേട്ടനെ അന്ന് ആരും കണ്ടിരുന്നില്ല. ചിലർ ദിവാകരേട്ടനെ കണ്ടിട്ടു തന്നെ 3-4 ദിവസങ്ങളായെന്നു പറഞ്ഞു. 54 വർഷങ്ങൾക്ക് മുമ്പ് ജാതശ്ശേരി വിട്ടുപോയ ദിവാകരേട്ടൻ്റെ അനിയൻ മടങ്ങി വന്നെന്ന് ഞാൻ പറഞ്ഞത് പലർക്കും വിശ്വാസമായതുമില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ദിവാകരേട്ടന് ഒരു അനിയനില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അമ്പലമുക്കിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു. ദിവാകരേട്ടൻ്റെ അനിയൻ മാധവേട്ടനെ ഞാൻ കാഞ്ഞിക്കൽ തറയിൽ വീടിൻ്റെ സിറ്റൗട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് വരികയാണ്. ദിവാകരേട്ടനേക്കാൾ കുറഞ്ഞത് 10-15 വയസ്സെങ്കിലും ഇളപ്പമുണ്ട് അയാൾക്ക്. ഓട്ടോറിക്ഷയുടെ ശബ്ദത്തേക്കാൾ ഒച്ച ഉയർത്തി ഞാൻ പറഞ്ഞു. ദിവാകരേട്ടൻ്റെ പ്രായമുള്ളവർ ആരും അപ്പോൾ റേഡിയോ മുക്കിലില്ലായിരുന്നു. അതുകൊണ്ട് അവർക്കാർക്കും ആധികാരികമായി എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല. അമ്പലമുക്കിൽ പോയി അന്വേഷിച്ചിട്ടും ദിവാകരേട്ടനെ കണ്ടില്ല. നിരാശനായി ഞാൻ കാഞ്ഞിക്കൽ തറയിൽ വീട്ടുമുറ്റത്ത് തിരികെ വന്നപ്പോൾ നാട്ടുകാരിൽ പലരും അവിടെ വന്നു ചേർന്നിരുന്നു. ഓട്ടോറിക്ഷ നിർത്തി ഇറങ്ങിച്ചെന്ന എന്നെ അവരെല്ലാം സംശയത്തോടെയാണ് നോക്കിയത്. സിറ്റൗട്ടിൽ അപ്പോൾ മാധവേട്ടനെ കണ്ടില്ല. അയാളുടെ തടിച്ച ബാഗ് മാത്രം അവിടെയുണ്ടായിരുന്നു. മാധവേട്ടൻ എവിടെ പോയി? കൂടെ നിന്നവരോടായി ഞാൻ ചോദിച്ചു. മാധവനെയും കാണുന്നില്ല, ദിവാകരനെയും കാണുന്നില്ല. അയൽക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വാസുദേവക്കുറുപ്പ് പറഞ്ഞു. 54 വർഷം മുമ്പ് ദിവാകരൻ്റെ അനിയൻ നാടുവിട്ടു പോയെങ്കിൽ അന്ന് എനിക്ക് 10-17 പ്രായം വരും.
എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ദിവാകരന് ഒരനിയനില്ല, അയാൾ തറപ്പിച്ചു പറഞ്ഞു. വന്നത് ദിവാകരേട്ടന്റെ അനിയൻ തന്നെയാണെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ ഭാഗിച്ചു കൊടുക്കേണ്ടി വരുമെന്നും ഇതിനകം കൈമാറ്റം ചെയ്യപ്പെട്ട സ്വത്തിനുമേൽ വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അയൽക്കാരായ രാജേഷ് ചന്ദ്രനും സുമേഷും പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ അവർക്കിടയിലൂടെ നടന്നുപോയി കാഞ്ഞിക്കൽ തറയിൽ വീടിന്റെ ചുറ്റുപാടുകൾ പരിശോധിച്ചു. വീടിന്റെ ജനാലകളും വാതിലുകളും ഭദ്രമായി അടച്ചിരിക്കുകയാണ്. ദിവാകരേട്ടന്റെ സൈക്കിൾ മാത്രം സ്ഥിരമായി വെക്കുന്നിടത്ത് കാണുന്നില്ല. പ്രധാന വാതിൽ തള്ളി നോക്കിയിട്ട് വീടകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നും താഴത്തെയും മുകളിലത്തെയും ഓടാമ്പൽ ഇട്ടിട്ടുണ്ടെന്നും രാജേഷ് ചന്ദ്രൻ പറഞ്ഞതോടെ കാഞ്ഞിക്കൽ തറയിൽ വീടിനുള്ളിൽ അനിഷ്ടകരമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന തീർപ്പിലേക്ക് നാട്ടുകാർ വേഗമെത്തി. ദിവാകരേട്ടന്റെ 2 പെൺമക്കളെയും ഫോണിൽ വിളിച്ച ശേഷം രണ്ടുപേരുടെയും വീട്ടിൽ ദിവാകരേട്ടൻ ചെന്നിട്ടില്ലെന്ന് സുമേഷും പറഞ്ഞു. ദിവാകരേട്ടനെ ഒരാഴ്ചയായി വീടിന് പുറത്ത് കണ്ടിട്ടില്ലെന്ന് കാഞ്ഞിക്കൽ തറയിൽ വീടിന്റെ തൊട്ടു തെക്കേ വീട്ടിലെ ഇന്ദിരാഭായി തറപ്പിച്ച് പറഞ്ഞതോടെ പലരും അയാളെ അവസാനം കണ്ടത് എപ്പോഴാണെന്ന് ഓർത്തെടുക്കാൻ നോക്കി. അടുത്ത ദിവസങ്ങളിലൊന്നും ദിവാകരേട്ടനെ കണ്ടതായുള്ള ഓർമ്മ ആർക്കും ഉണ്ടായില്ല. മാധവൻ എന്നൊരാളെ കണ്ടെന്നു പറയുന്നത് സത്യമാണോ? ഇനി കണ്ടത് ദിവാകരനെ തന്നെയാണോ? നിനക്ക് മാറിപ്പോയോ? വാസുദേവക്കുറുപ്പ് എന്നോട് ആവർത്തിച്ചു ചോദിച്ചു. പാൻറ്റും കോട്ടുമൊക്കെ ഇട്ട് മറ്റൊരാളാണെന്ന് പറഞ്ഞ് ദിവാകരേട്ടൻ എൻ്റെ അടുത്ത് നാടകം കളിക്കില്ല. മാത്രവുമല്ല, എത്രയോ നാളായി അടുത്തു പെരുമാറുന്ന ഒരാൾ ഏതു വേഷത്തിൽ വന്നാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി വന്നത് മറ്റൊരാളാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എന്നാൽ ഇപ്പോൾ അയാൾ എവിടെ പോയി? ഞാൻ സിറ്റൗട്ടിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്ന തടിച്ച ബാഗ് പരിശോധിച്ചു. അത് പൂട്ടിയിട്ടില്ലായിരുന്നു. സിബ് വലിച്ച് ബാഗ് തുറന്നു നോക്കിയപ്പോൾ ദീർഘയാത്ര കഴിഞ്ഞെത്തിയിട്ടെന്ന പോലെ അതിൽ കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളെ കണ്ടുള്ളൂ. വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് 2 പുസ്തകങ്ങളും കിട്ടി. ഒന്ന് തിളങ്ങുന്ന കൈലാസപർവ്വതത്തിന്റെ ചിത്രമുണ്ടായിരുന്ന ഹിമാലയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു. മറ്റൊന്ന് പുറഞ്ചട്ട കീറിയ കാപ്പിരികളുടെ നാട്ടിൽ എന്നതും. പെൺമക്കളും പോലീസും എത്തിയിട്ട് വീട് തുറന്നാൽ മതിയെന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അധിക നാളായിട്ടില്ലെന്നും മൂക്ക് വിടർത്തിക്കൊണ്ട് രാജേഷ് ചന്ദ്രൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഓടിച്ചെന്ന് ഓട്ടോറിക്ഷയിലേക്ക് കയറിയത്. ദിവാകരേട്ടൻ ജാതശ്ശേരിയിൽ എവിടെയെങ്കിലും കാണും. ദീർഘകാലത്തിനു ശേഷം മടങ്ങിയെത്തിയ മാധവേട്ടൻ മറ്റൊരു വഴിയിലൂടെ ദിവാകരേട്ടനെ അന്വേഷിച്ചോ ജാതശ്ശേരി കാണാനോ ഇറങ്ങിയതുമാകാം. അനാവശ്യ ചിന്തകളെ ആട്ടിയകറ്റി ചിരപരിചിതമായ വഴികളിലൂടെ ഞാൻ ഓട്ടോറിക്ഷ പായിച്ചു. ജാതശ്ശേരിയിലെ വഴികളെല്ലാം ഓടിത്തീർത്തപ്പോൾ കിഴക്കേ അതിർത്തിയിൽ ഞാൻ കുറച്ചുനേരം ഓട്ടോറിക്ഷ നിർത്തിയിട്ടു. പണയിൽ വയലിന്റെ മധ്യത്തുകൂടി കിഴക്കോട്ട് നീണ്ടുപോകുന്ന റോഡിൽ കാനൽ തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. കിഴക്ക് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിലെ ചെറുകുന്നുകൾക്ക് മുകളിലേക്ക് നീലാകാശം താണിറങ്ങുന്നു. അവിടവിടെയായി മാത്രം തിളങ്ങുന്ന പഞ്ഞിത്തുണ്ടുകൾ പോലെ വെൺമേഘങ്ങൾ. അകലെ ഇടതുവശത്തു കാണുന്ന കുന്നിൻ മുകളിൽ മനുഷ്യായുസ്സിനോളം പോന്ന ഒരു ഒറ്റമരം ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. നിന്നിടത്തു തന്നെ നിന്ന് ആ ഒറ്റമരം ആരെയെല്ലാം കണ്ടിരിക്കും. എത്രയോ ആളുകൾ ആ ഒറ്റമരത്തെ കണ്ടിരിക്കും. പെട്ടെന്നുണ്ടായ ആവേശത്താൽ ഞാൻ അതിനു നേരെ ഓട്ടോറിക്ഷ പായിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് അതിലധികം വേഗതയില്ലായിരുന്നു. വയൽ അവസാനിക്കുന്നിടത്തു വെച്ച് വഴിയരുകിലെ തെങ്ങിൽ കെട്ടിയിരുന്ന ഒരു പശു ഓട്ടോറിക്ഷയ്ക്കു നേരെ നോക്കി അമറി. അതിരാവിലെ ജോർജച്ചായനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നതിനാൽ പുലർച്ചെ പശുവിനെ കറന്നിട്ടില്ലല്ലോ എന്ന ഓർമ്മ വന്നു. നേരം ഉച്ചയോടടുക്കുന്നു. പശുക്കൾ അകിട് കടഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. മറ്റെല്ലാം മറന്ന് ഞാൻ ഓട്ടോറിക്ഷ തിരിച്ചു. ഒരു വയലിനപ്പുറത്ത് ജാതശ്ശേരിയിലെ മരച്ചില്ലകൾ കൂട്ടത്തോടെ മാടി വിളിക്കുന്നു. കാഞ്ഞിക്കൽ തറയിൽ വീടിനു മുമ്പിൽ അപ്പോഴും ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഞാൻ ഓർത്തത് ദിവാകരേട്ടൻ ആഗ്രഹിച്ച ജീവിതം ജീവിച്ച മാധവേട്ടനെക്കുറിച്ചായിരുന്നു. അയാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയൽക്കാർ പോലും എന്നെ വിശ്വസിച്ചില്ല. ഇനി ദിവാകരേട്ടനെക്കുറിച്ച് പറയുമ്പോഴും അവർ എന്നെ അവിശ്വസിക്കുമോ എന്ന ചിന്തയോടെ ഞാൻ ഓട്ടോറിക്ഷയുടെ വേഗം അല്പം കൂടി കൂട്ടി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.